നമസ്കാരം. വർണ്ണവെറി വീണ്ടും കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. കുമ്പിളുകുത്തി കഞ്ഞി കൊടുത്ത കാലമൊക്കെ പോയത് അറിയാതെ വീണ്ടും ചില കേമന്മാർ ഇവിടെ ഉണ്ട് എന്ന് തെളിയുകയാണ്. എന്തായാലും ഒരു ഉത്തമ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിൽ വർണ്ണവിവേചനം നേരിടേണ്ട അവസ്ഥ വരികയാണെങ്കിൽ അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താകുമെന്ന് പറയേണ്ട കാര്യം പോലും ഇല്ലല്ലോ. അതായത് ഇപ്പോൾ ചർച്ചയാകുന്നത് ചീഫ് സെക്രട്ടറിയായ ശാരദാ മുരളീധരൻ നേരിട്ട വർണ്ണവെറിയാണ്. കഴിഞ്ഞ ദിവസം തന്നെ കാണാനെത്തിയ ഒരാൾ നിറത്തിന്റെ പേരിൽ നടത്തിയ അധിക്ഷേപമാണ് തുറന്നെഴുത്തിന് പ്രേരിപ്പിച്ചത്. ഈ നൂറ്റാണ്ടിലും നിറത്തിന്റെ പേരിൽ മനുഷ്യരെ തരംതിരിക്കുന്നവർ ഉണ്ട് എന്ന് പറയുമ്പോൾ പുരോഗമനം പ്രസംഗിക്കുന്ന കേരളം ഇനിയും പുരോഗമനം തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ്. നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടെന്നത് സഹിക്കാവുന്നതിനും അപ്പുറമായപ്പോഴാണ് ഒടുവിൽ തുറന്നെഴുത്തുമായി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ രംഗത്തെത്തിയത്. ഇത് സംബന്ധിച്ച് വൈകാരിക ഫേസ്ബുക്ക് കുറിപ്പ് അവർ പങ്കുവച്ചു. ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ വി വേണുവിനെയും തന്നെയും നിറത്തിന്റെ പേരിലൊരാൾ താരതമ്യപ്പെടുത്തിയെന്ന് പറഞ്ഞാണ് കുറിപ്പ് ആരംഭിക്കുന്നത്. വേദന തോന്നിയെന്നും കറുപ്പിനോട് ഇത്രയും നിന്ന് എന്തിനാണെന്നും അവർ ചോദിക്കുന്നു. 4 വയസ്സുള്ളപ്പോൾ അമ്മയോട് തന്റെ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചെടുത്ത് വെളുത്ത നിറമുള്ള സുന്ദരിക്കുട്ടിയായി ഒന്നുകൂടെ ജനിപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുള്ളതായും അവർ പറയുന്നു. കറുപ്പിൽ സൗന്ദര്യമോ ഗുണമോ കാണാൻ തനിക്കു മടിയായിരുന്നുവെന്നും അത് തിരുത്തിയത് തന്റെ മക്കളാണെന്നും അവർ പറയുന്നുണ്ട്. കഴിഞ്ഞ 7 മാസം മുഴുവൻ എൻ്റെ മുൻഗാമിയുമായുള്ള ഇത്തരം താരതമ്യങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. എനിക്കിപ്പോൾ ഇത് കേട്ട് ശീലമായിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ കറുപ്പിനോട് ഇത്രയും നിന്ദ എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. പ്രപഞ്ചത്തിലെ സർവ്വവ്യാപിയായ പൊരുളാണ് കറുപ്പ്. എന്തിനേയും ആഗീകരണം ചെയ്യാൻ കഴിവുള്ളതാണ് കറുപ്പ്. മനുഷ്യന്റെ കുലത്തിന് അറിയാവുന്നിടത്തോളം ഏറ്റവും കരുത്തുറ്റ ഊർജത്തിന്റെ തുടിപ്പാണത്. എല്ലാവർക്കും ചേരുന്ന നിറപ്പൊരുത്തമാണത്. കറുപ്പ് പ്രപഞ്ചത്തിന്റെ സർവ്വവ്യാപിയായ സത്യമാണ്. 4 വയസ്സുള്ളപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, ഗർഭപാത്രത്തിലേക്ക് എന്നെ തിരിച്ചെടുത്ത് വെളുത്ത നിറമുള്ള സുന്ദരിക്കുട്ടിയായി ഒന്നുകൂടെ ജനിപ്പിക്കാമോ എന്ന്. കറുപ്പിൽ സൗന്ദര്യമോ ഗുണമോ കാണാൻ എനിക്ക് മടിയായി. വെളുത്ത ചർമ്മം വിസ്മയമായി. ഫെയർ എന്ന തോന്നലുള്ള എന്തിനോടും അതെല്ലാം നല്ലതും പൂർണ്ണ ഗുണങ്ങളാൽ സുന്ദരവുമായി തോന്നി. ഇതൊന്നുമല്ലാത്ത ഞാൻ താണതരത്തിൽപ്പെട്ട മറ്റ് ഏതെങ്കിലും വിധത്തിൽ അതിന് പരിഹാരം കാണേണ്ട ഒരാളെന്ന ബോധം ഉറയ്ക്കുകയായിരുന്നു. ഇതിനൊരു അവസാനമുണ്ടാക്കിയത് എൻ്റെ മക്കളാണ്. ഞാൻ കാണാതിരുന്ന ഭംഗി അവരതിൽ കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. കറുപ്പെന്നാൽ അതിസുന്ദരമാണെന്ന് അവർ കരുതി. കറുപ്പിൻ്റെ അഴക് എനിക്കവർ കാട്ടിത്തന്നു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.